സമാധാനവും ഇല്ലാതാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തന. നിങ്ങളെ കണ്ട നിമിഷം മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. വന്ദനെ, അച്ഛൻ എന്തുവേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കറിയാം വന്ദനെ. വേണ്ട, അച്ഛനെ അമ്മയെ ആക്ഷേപിക്കാനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പല പ്രാവശ്യം ഞാൻ ജഗനോട് പറഞ്ഞിട്ടുള്ളതാ, ആ പാവങ്ങളെ ഇനി ആക്ഷേപിച്ച ഞാൻ പ്രതികരിക്കുന്നു. ഇപ്പൊ കണ്ടതും കേട്ടതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം. മാധവൻ നായരുടെ മക്കൾ ആരുടെയും കുടുംബം തകർക്കാനും ആരെയും വളച്ചെടുക്കാനൊന്നും നടന്നിട്ടില്ല. ഈ പറയുന്ന മഹാനായ കുറുപ്പിന്റെ മകനാ ഒരു പെണ്ണിനെ ബോധം കെടുത്തി താലി കെട്ടിയത്. എന്നിട്ട് കുറ്റം എന്റെ അച്ഛനും അമ്മയ്ക്കും. അവരുടെ വളർത്തുദോഷം കൊണ്ടാണത്രേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുറച്ച് പണം കുറവുണ്ടെന്ന് വെച്ച് അന്തസ്സും അഭിമാനവും ആണത്തവും എന്റെ അച്ഛൻ ആരുടെ മുന്നിലും പണയം വെച്ചിട്ടില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടും ആ മനുഷ്യൻ ഒന്നും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതെന്നെ ഓർത്തു മാത്രം. സ്വന്തം മോളെ ഈ ഗതിയിലാക്കിയ ജഗനെ എന്റെ അച്ഛനൊന്നും മനസ്സുരുക്കി ശപിച്ചാലുണ്ടല്ലോ, ശേഷിച്ച കാലം കിടക്കയിൽ കിടന്ന് ജീവച്ചവം പോലെ നറുകിക്കേണ്ടി വരും. എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ അമ്മയെ ആക്ഷേപിച്ചത് തെറ്റ് തന്നെയാ. അതിനെ ആ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാതിരുന്നത് വന്ദനയുടെ അച്ഛന്റെ മാന്യത കൊണ്ട് തന്നെയാ. പിന്നെ നിന്റെ അച്ഛന്റെ ശാപം കിട്ടിയ ഞാൻ ശേഷിച്ച കാലം ജീവശവം പോലെ കട്ടിലേക്ക് കിടന്ന് അറിയിക്കുമെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ? അതിനു വേണ്ടിയുള്ള പാപമൊന്നും ജഗൻ ചെയ്തിട്ടില്ല. ഒളിച്ചടങ്കിലും ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായിട്ട് വിളിച്ചു പറഞ്ഞ് അവളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അയ്യോ മോളെ, മറന്നു. മോക്ക് വന്ദനാമ്മ ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു തന്നായിരുന്നു. അതെടുക്കാൻ ഞാനും മറന്നു, മാധവേട്ടനും മറന്നു. സാരമില്ല, അച്ഛൻ ഇപ്പൊ പോയി മോൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരും. പോരെ? ഐസ്ക്രീം പിന്നെ വാങ്ങിച്ചാ മതി. അച്ഛ, വന്ദനം എന്നെ തിരക്കിയോ? പിന്നെ പോയപ്പോ മുതൽ വരുന്നത് വരെ മോളുടെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, മോളോട് സ്കൂൾ അവധിയാണെങ്കിലും പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാതെ എന്നും എടുത്തു വെച്ച് പഠിക്കണമെന്നും പറഞ്ഞു. വന്ദനമ്മ എന്തിനാ അച്ഛമ്മ എന്നെ വിട്ടിട്ട് പോയത്? ദിയമ്മക്ക് ഇവിടെ ആരും ഇല്ലെന്ന് വന്ദനമ്മയ്ക്ക് അറിയില്ലേ? ആര് പറഞ്ഞേ ദിയമോൾക്ക് ആരുമില്ലെന്ന്? വന്ദന സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. ആണോ? വിരുന്നിന് ആരൊക്കെ വരുമെന്ന് ചോദിച്ചപ്പോ എല്ലാരും വരാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരൊക്കെ നല്ല തിരക്കുള്ള ആൾക്കാരല്ലേ, എല്ലാവർക്കും വരാൻ സാധിച്ചു വരില്ല. വന്ദനയ്ക്ക് അവിടെ സുഖമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാനേ കുറച്ച് പ്രയാസമുണ്ട്. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയാതെ പ്രകാശേട്ടൻ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? കഷ്ടം. അങ്ങനെ നല്ലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോളെ. ഞാൻ ചിന്തിക്കുന്നതിലല്ല നെഗറ്റീവ്, നിങ്ങളുടെയൊക്കെ പ്രവൃത്തിയിലാണ് നെഗറ്റീവ്. അല്ലെങ്കിൽ ചെകുത്താന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല മോളെ. മോൻ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ പോവായിരുന്നു. എന്താച്ചാ ഈ അസമയത്ത്? അത് മോനൊന്ന് വന്ദനയ്ക്ക് ഫോൺ കൊടുക്കോ? പിന്നെന്താച്ചാ കൊടുക്കാലോ. വന്ദനേ, വന്ദനേ. എന്താ അച്ഛന? ഇതെന്താ രാത്രിയില്? ഹലോ. മോളെ, മോള് ഉറക്കമായോ? ഇല്ലച്ചാ, പറയേ. ഒന്നുമില്ല മോളെ,
ദിയമോള് നിന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാ. അല്ല, ഇപ്പൊ അതൊക്കെ മാറി. ഫോൺ ഇങ്ങ് താ അച്ഛച്ച, ഞാൻ സംസാരിക്കാം. മോളുടെ കൊടുക്കാം. വന്ദനമ്മേ, വന്ദനമ്മ, എനിക്കിപ്പോ കാണണം. മോളെ, എനിക്കിപ്പോ തന്നെ കാണണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് അങ്ങോട്ട് വരും. അയ്യോ അതൊന്നും വേണ്ട മോളെ. വന്ദനാമ്മ ഇപ്പൊ വരാം. മോള് കരയണ്ട. ദേ വന്ദനാമ്മ ഇപ്പൊ തന്നെ എത്താം. വന്ദനമ്മേ, ദിയമോള് കാത്തിരിക്കും. തീർച്ച നിയമക്ക് എന്നെ കാണുന്നു പറഞ്ഞ് ബഹളം വെക്കാം. എനിക്ക് പോണം. ഈ രാത്രിയിലോ?